ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വ്ളോഗ് അപ്പൊ നിങ്ങൾക്ക് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയോ? ഇല്ല, പറഞ്ഞു അറിയത്തില്ല. ലുലുവിലായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ പോയിട്ട് കുറെ അഡ്വെഞ്ചറസ് ഒക്കെ ഉണ്ട്. അപ്പൊ ട്രിവാൻഡ്രം ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഇടയില് അമ്മയ്ക്ക് എൻജോയ് ചെയ്യാനുള്ളതും ഉണ്ട്. കാരണം ഞാൻ സ്കൂൾ ട്രിപ്പ് പോയത് ട്രിവാൻഡ്രം ലുലുവാണ്. അവിടെ എന്റെ ടീച്ചർമാര് കിടന്ന് തുള്ളിയിട്ടുണ്ട്. കാരണം ആ കുഴപ്പമില്ല. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിന് മുന്നേ നമ്മുടെ ഉള്ള മോഷൻ സിക്നസിനുള്ള കാര്യങ്ങളൊക്കെ ഞാനും അമിഷും മോഷൻ സിക്നസിന്റെ ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഈ ക്യാം ഒന്ന് പിടിക്കാവോ അമിച്ചു? അപ്പൊ അത് ആദ്യം എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മുടെ കിറ്റ് എടുത്ത് കാണിക്കൂ. മോഷൻ സിക്നസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ടൂൾസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. 2 കിറ്റ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോന്ന് എഴുതാം. 3 ഉണ്ട്. ഇനി എക്സ്ട്രാ ആർക്കെങ്കിലും വേണ്ടി വന്നാലുള്ള കിറ്റ് മിണ്ടാതിരി മതി. ഓർക്കരുത്. ഓക്കെ. അപ്പൊ മോഷൻ സിക്നസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ ഈ മോഷൻ സിക്നസ് ഉള്ളവർക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മള് ആസ് എ ഡോക്ടർ ഞാൻ ചെയ്യുന്നത് ഇറങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ ധന്വന്തരം ഗുളിക ഒരെണ്ണം കഴിക്കും. അത് കുറച്ച് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മോഷൻ സിക്നസിന്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇറങ്ങുന്നതിന് 2 മണിക്കൂർ തന്നെ ഭക്ഷണം കഴിക്കണം. എനിക്കത് കഴിക്കാൻ പറ്റിയില്ല, ഞാൻ തൊട്ട് മുന്നേ കഴിച്ചു. അതുകൊണ്ട് ഒരു വാള് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഡയറി പ്രൊഡക്ട്സ്, മിൽക്കിന്റെ ഒന്നും നമ്മള് കാർ കയറുന്നതിന് മുന്നേ കഴിക്കാൻ പാടില്ല മോഷൻ സിക്നസ് ഉള്ളവരാണെങ്കിലും. ആമിച്ചും നമ്മൾ എപ്പം പോയാലും ഒരു എക്സ്ട്രാ ജോഡി ഡ്രസ്സ് എടുക്കാറുണ്ട്. കാരണം ഇൻ കേസ് ഒരു ഇത് വന്നാൽ നമുക്ക് ആ ഒരു സ്മെല്ലോടൊക്കെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ട്. മോഷൻ സിക്നസ് ഇല്ലാത്തവർ കൂടെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും. ഇതിപ്പോ നമ്മൾ വ്ലോഗ് ചെയ്യണോ മോഷൻ സിക്നസിന്റെ ക്ലാസ് എടുക്കണോ? എന്തായാലും ആട്ടെ. നമ്മുടെ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. അമ്മേ ഹായ് പറ. അമ്മ എല്ലാവർക്കും അറിയാം. അമ്മ പണ്ട് തൊട്ടേ വീഡിയോയിലെല്ലാം വന്ന എല്ലാവർക്കും അറിയാം. അച്ഛൻ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഹായ്. ഇതാണ് നമ്മളുടെ താരം ഹസ്ബൻഡ്. എല്ലാവർക്കും അറിയാം. പ്രൈം എനർജി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ആള്. പ്രൈം എനർജി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കമ്പനി ഉണ്ട്. സോളാറിന്റെ ട്രേഡിങ്ങും ഇൻസ്റ്റലേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ സോളാർ പ്രൊഡക്ട്സ്, സോളാർ സംബന്ധമായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. ഫ്രീ കേട്ടോ, ഫ്രീ ആയിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കണേ. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് സ്ക്രീനിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പ്രശ്നം. അതും മോഷൻ സിക്നസ് ഉള്ള ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പം കഴിവതും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ സ്ക്രീനിൽ ഇങ്ങനെ നോക്കാതിരിക്കുക, വായിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്താൽ ഇത് ട്രിഗർ ആവും. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം വീഡിയോ. ശരിയാ, ഇനി ലുലു ഫുൾ എടുക്കേണ്ടതാ. ഹായ് ഗൈസ്, ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തിയിരിക്കുകയാണ്. നമ്മളുടെ സാരഥയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം നമ്മളെവിടെ പോയാലും ചെറിയ മീറ്റിങ്ങുകളൊക്കെ പ്ലാൻ ചെയ്യും വഴിയില്. ബിസിനസ്മാനെ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുഴപ്പമില്ല, 5 മിനിറ്റ് വരാൻ പോലെയാണ് പോയേക്കുന്നത്. പിന്നെ നമ്മുടെ അച്ഛൻ മുന്നിൽ ഇരിപ്പുണ്ട്. അത് പിന്നെ വേറൊരു അവതാരമാണ്. ഒന്ന് പിടിച്ചാൽ മിറ്റമ്മയ്ക്ക് ഞാനൊന്ന് പറയട്ടെ. അച്ഛൻ പിന്നെ കുറച്ച് ബുദ്ധിജീവി ടൈപ്പാണ്. അപ്പം വണ്ടി കയറിയ ഉടനെ ഇങ്ങനെ എന്തെങ്കിലും ചെവിയിൽ ഫിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കും. കേൾക്കുന്ന എന്താണെന്നൊക്കെ നമുക്കും കേൾപ്പിച്ചു തരാൻ നോക്കും. പക്ഷെ ഈ മോഷൻ സിക്നസ് ഉള്ളവർക്ക് ഒട്ടും കേൾക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. നമുക്കത് കൂടും. അതുകൊണ്ട് നമ്മള് അച്ഛന് ഹെഡ്സെറ്റ് വെച്ച് കൊടുത്ത് ഒതുക്കും. എന്നിട്ട് നമ്മൾ നല്ല നല്ല പാട്ടുകൾ ഇതുപോലെ കേട്ട് ആസ്വദിച്ചിരിക്കും. അച്ഛനോട് ചോദിക്കാം എന്താ കേൾക്കുന്നതെന്ന്. കേട്ടോ അച്ഛാ? ഓ, ഒന്നും അറിയുന്നില്ല. ഭയങ്കരമായ ലയിച്ചിരിക്കുക. എന്താ അച്ഛാ കേൾക്കുന്നേ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താ കേൾക്കുന്നേന്ന്. ഞാന് ഈ
മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ വീക്കിലി എഡിറ്റർ സുഭാഷ് ചന്ദ്രൻ 17ാമത്തെ വയസ്സിൽ ഇഡിപ്പസ് എന്ന് പറയുന്ന ലോക പ്രശസ്ത സാഹിത്യകാരനെ സംബന്ധിച്ച് ഒരു കഥ എഴുതി. അപ്പൊ 17ാമത്തെ വയസ്സിൽ മാതൃഭൂമി വീക്കിലിയിൽ അത് പ്രസിദ്ധീകരിച്ചു വന്നു. അപ്പോൾ ഇഡിപ്പസിന്റെ ജീവിതം, അദ്ദേഹം കടന്നുപോയ വഴികള്, 2500 വർഷത്തിനു മുമ്പ് ജനിച്ച അദ്ദേഹം ഏതാണ്ട് 92 വയസ്സ് വരെ ജീവിച്ച സാഹചര്യങ്ങള്, അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശകലനം അദ്ദേഹം ഇട്ടത് യൂട്യൂബിൽ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മനോഹരമായിട്ടാണ് സുഭാഷ് ചന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ലോകത്തേക്കും ആ കാലഘട്ടത്തിലെ സാഹിത്യ ലോകത്തിലേക്കൊക്കെ കടന്നു ചെല്ലാനുള്ള നല്ല ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ യാത്രയിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അത് നല്ല പ്രയോജനകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, അച്ഛ എവിടെയൊക്കെ ഏതോ വീട്ടില് പോയേക്കുവാണ്. ഒരു മീറ്റിംഗ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. അമിച്ചിന്റെ ഡ്രസ്സ് കണ്ടോ? അമിച്ചിന്റെ നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിന്റെ നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഈ നമ്മളെ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ എവിടെയെങ്കിലും നമ്മൾ ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള കോട്ടൺ ഡ്രസ്സുകൾ, നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അവർക്കൊരു ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, നല്ല രസമാണ്. പിന്നെ ഞാൻ കുറച്ച് പണികളൊക്കെ മുടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മേക്കപ്പ് ഒക്കെ ഭയങ്കര അത്ര ഇതൊന്നും അല്ല എനിക്ക്. അതിൽ വലിയ ഇൻട്രസ്റ്റും ഇല്ല, പിന്നെ അതിൽ വലിയ കഴിവും ഇല്ല. പക്ഷെ ഞാനിങ്ങനെ ആമിച്ചുനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കാറുണ്ട്. അവരുടെ നല്ല നീണ്ട നല്ല സിൽക്കി ഹെയർ ആണ്, എന്ത് ചെയ്താലും നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പൊ ഞാനിതിനകത്ത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആള് നല്ല ക്യൂട്ടാ, എന്ത് ചെയ്താലും കാണാൻ നല്ല ഭംഗിയാ. അതങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ല, അതങ്ങ് ഇഷ്ടപ്പെട്ട്, അതങ്ങ് സൂചിച്ച്. ഞങ്ങളുടെ സുന്ദരി കുട്ടിയാ. അമിച്ചുവിന് 3rd സ്റ്റാൻഡേർഡിലേക്കാ. അമിച്ചുവിനെ കുഞ്ഞിലെ തൊട്ട് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞിലെ തൊട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ വരാറുണ്ട്. സംസാരിച്ചൊക്കെ തുടങ്ങിയപ്പം തൊട്ടേ വീഡിയോയിലുള്ള ആളാ. ഇനി 3rd സ്റ്റാൻഡേർഡിലോട്ടാ. കൊച്ചുങ്ങളൊക്കെ പെട്ടെന്ന് വളരുന്നത്. ഇത് അമിച്ചു പെതുക്കെ വളർന്നാ മതി. അമിച്ചു അയ്യോ, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാന്ന് വെച്ചാ ഞാൻ വീണ്ടും ഇതുപോലുള്ള മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് പോകും. ഈ വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പോലൊക്കെ ചെയ്താൽ ബോറാകുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഒന്നും പറയാത്തത്. ശരിയാ, നമുക്കിതിന്റെ പുറത്തിറങ്ങി ഒന്ന് കാണിച്ചു തരാം. പുറത്ത് നല്ല ഭംഗിയായിരിക്കും. ഇതൊരു ഹൗസിംഗ് കോളനിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ആ കാണുന്ന വീട്ടിലാണ് ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പം അവരുടെ സോളാറിന്റെ എന്തോ കാര്യം സംസാരിക്കാനായിരിക്കും, എന്തായാലും അത് തന്നെയാവും സാധ്യത വന്നിരിക്കുന്നത്. ഇത് എന്താണ്, ഇതൊരു എനിക്ക് തോന്നുന്നു പ്ലോട്ടാക്കി തിരിച്ചു വിൽക്കാനായിട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്തോന്ന്. നമ്മൾ ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. സൺസ്ക്രീൻ ഒന്നും ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അമിച്ചുടെ തലയൊക്കെ ചുവന്നിവിടെ നിൽപ്പുണ്ട്. അമിച്ചു ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചു, അത്ര നല്ല വെയിലാണ്. പിന്നെ ഇവിടെ നല്ല നല്ല എന്താ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഞാൻ കാണിച്ചു തരാം. പൂക്കളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. നിങ്ങളിവിടെ പൂക്കൾ എന്താ പറയുന്നേ? എന്തോ ഞാൻ ആമിച്ചുവിന്റെ സ്കൂളിന്റെ ഓപ്പണിംഗ് അല്ലേ, അപ്പം കുറച്ച് ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമ്മള് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണുന്നതെല്ലാം വാങ്ങാറില്ല. അത്യാവശ്യം വേണ്ടത് മാത്രം എടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ ആമിച്ചുവിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, അത്യാവശ്യം നമുക്ക് അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ഷോപ്പിംഗ് എലഗൻസ് നമ്മൾ സൂക്ഷിക്കണം. കുട്ടികളെ ആ ഒരു ഹാബിറ്റ് പഠിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ അവൾ വേണമെന്ന് പറയുന്ന എല്ലാം അങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല. കളിപ്പാട്ടമൊക്കെ ആയാലും. അപ്പം നമുക്ക് അവൾക്ക്
അത്രയും വേണമെന്ന് തോന്നുന്ന അത്ര യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കൊടുക്കാറുള്ളൂ. ഇപ്പം തന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവളായാലും ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അവൾക്ക് അത്രയും ആവശ്യമുണ്ടെന്ന് അത്രയും ആഗ്രഹം തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവൾ വേണമെന്ന് പറയാറുള്ളൂ. അപ്പൊ അവൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം അവൾ എങ്ങനെയാണ് അവളുടെ ഒരു ഷോപ്പിംഗ് രീതിയിൽ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവൾ കടയിൽ കയറി എടുക്കാറില്ല, ഷോപ്പ് ചെയ്യാറില്ല. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്, അഫോർഡബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി തന്നെ ഷോപ്പ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അവളെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവൾ ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ വളർന്നു വരുന്നത്. ആ ഒരു രീതി നമ്മൾ എല്ലാവരും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഇപ്പൊ നമുക്ക് എത്ര സാലറി കിട്ടുന്നവരായാലും നമുക്ക് എത്ര പൈസ ഉണ്ടെന്നൊക്കെ പറയുന്നവരാണെങ്കിലും നമ്മൾ ഒരു എങ്ങനെയാണ് നമ്മളെ ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള രീതികൾ കുഞ്ഞുങ്ങളെ കൊച്ചിന് തൊട്ട് പഠിപ്പിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോയി പറയുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുക, അങ്ങനെ ഒരു ഹാപ്പിനെസ് കുട്ടികൾക്ക് കൊടുത്ത് ഒരു പെട്ടെന്നൊരു ഡോപാമിൻ കുട്ടികൾക്ക് കൊടുത്തിട്ട് വളരുമ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കാൻ പറ്റണം എന്ന് തന്നെ ഇല്ല. പക്ഷെ അങ്ങനെ ആകുമ്പോഴാണ് കുട്ടികൾ ഈ ആത്മഹത്യ പോലെ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഉണ്ട്. അതായത് അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ നോ പറയുമ്പോൾ അവരത് ഒരു എന്താ പറയുക, അവർക്കത് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ നമ്മൾ നോ പറയാൻ പേരൻസും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കുട്ടികൾ വാശി പിടിപ്പിക്കുമ്പോൾ അത് പറ്റില്ല മോളെ, അത് വാങ്ങി തന്നാൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ളതാണ് ചെയ്യാൻ. ഞാൻ അവളെ അതങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ 7 വയസ്സ് 8 വയസ്സാവുന്നു. പക്ഷെ ആ 8 വയസ്സിനേക്കാളും നല്ല മെച്യൂർ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് അവൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ വിഷുവിനൊക്കെ ആയാലും പൈസ ആരെങ്കിലും അമ്മമാരൊക്കെ കൊടുക്കുമല്ലോ, അപ്പോൾ അവളത് കൈ വെച്ചിട്ട് ചില കുട്ടികളാണെങ്കിൽ അതുകൊണ്ട് എല്ലാം സാധനങ്ങൾ വാങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരിതല്ലേ. പക്ഷെ ആളത് കീപ്പ് ചെയ്യും, കയ്യിൽ ഇങ്ങനെ സൂക്ഷിക്കും. എന്നിട്ട് അവൾക്ക് ഏതാണോ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഏതാണ് അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, യൂസ്ഫുൾ ആയിട്ടുള്ളത്, അത് മാത്രം നോക്കി അവള് വാങ്ങാറുണ്ട്. അപ്പം വെയിറ്റ് ചെയ്ത് കുഴഞ്ഞ് വെറുതെ നിന്ന് കാര്യം പറയാമെന്ന് ചോദിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് കൊച്ചിനെ വളർത്തി വരുന്നത്. എനിക്കതിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവളും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ് ആ ഒരു രീതിയിൽ വരുമ്പം. കാരണം നമുക്കൊരു എന്താ പറയാ, ഒരു ബേർഡൻ തോന്നില്ല. വെയിലാവുന്നെന്നും പറഞ്ഞ് വിളിക്കാൻ വന്നതാണ്. അവളെ ഭയങ്കര കെയറിങ് നേച്ചറാണ്. അമ്മേ, വെയിൽ കൊണ്ട് ഒരു വഴിക്കായി. അമ്മ നല്ല വ്ലോഗിങ് ടിപ്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഈ പൂവ് എടുത്തിട്ടേ ഈ പൂവിന്റെ പേരറിയാവോന്നൊക്കെ ചോദിക്കുക കമന്റ് ചെയ്യാന്ന്. പൂ അറിയാവുന്നത് ഇത് നമ്മൾ ചെറുതില്ലേ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആമിച്ചുണ്ടി ഒക്കെ എത്ര പ്രായമുള്ളപ്പോൾ ഇതുപോലെ ഈ പൂ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ കൊരുത്തെടുത്ത് നമ്മൾ തലയിൽ വെക്കുമായിരുന്നു. ഈ പൂ വെക്കുമായിരുന്നല്ലേ. ഞങ്ങള് കൊച്ചിലെ ഇതുപോലെ ഒരു പിന്നി എടുക്കുമായിരുന്നു. അത് കോളാമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പൂവാണ്. നമ്മള് കനകാംബരത്തിന്റെ വേറൊരു വെറൈറ്റി. അത് നമ്മൾ ഇതുപോലെ പിന്നി വെക്കാൻ പറ്റും. അമ്മ കാണിച്ചേ, സ്ക്രീനിൽ വിട്ടെന്ന് അടുത്ത് കാണിച്ചേ. ഇതുപോലെ നമുക്ക് മറ്റേതും പിന്നാൻ പറ്റും. അടുപ്പിച്ച് അതിന് നന്ന് പിന്നിട്ട് ഇത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ തലയിൽ വെച്ച് തലമുടി വെച്ചുകൊണ്ട് പോകുമായിരുന്നു. പൂവാണിത്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഇതിന്റെ പല കളറുണ്ട്, മഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അച്ഛൻ അറിയാം അച്ഛൻ ഇതിന്റെ പേര്? അച്ഛൻ കേൾക്കുന്നില്ല, അച്ഛൻ ബിസിയാണ്. ഗൈസ്, എന്റെ മുഖത്തെ കുരു കണ്ടോ, പിമ്പിൾസ് ഉണ്ടോ? ഈ പിമ്പിൾസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? ഇത് നമ്മളുടെ ഹോർമോൺ റിലേറ്റഡ് ആക്നെയാണ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹോർമോൺ റിലേറ്റഡ് ആണ്. അപ്പൊ ചെറിയ രീതിയിലൊരു PCO എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതിന്റെ പോലെ ഒരു പാറ്റേൺ ആക്നെയാണ് ഇവിടെ വരുന്നത്. കാരണം നമ്മളിന്റെ കണ്ടില്ലേ, കാണാമല്ലോ, നമ്മുടെ ഈ ചിന്നിലും ചീക്സിലും ഒക്കെ ആയിട്ട് ഇപ്പം ഒരു കുറച്ച് മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ ഓഫ് ആക്നി എന്ന് പറയുന്നത് നമുക്ക് ഹോർമോണൽ റിലേറ്റഡ് ആണ്. അപ്പൊ എനിക്ക് ചെറിയൊരു PCO അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം പേടിക്കാനൊന്നുമില്ല, അത് ഡയറ്റ് കൺട്രോൾ ചെയ്ത് കുറച്ച് മെഡിസിനൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ശരിയായിക്കോളും. കൊടുവേലിക്കും വാദമെന്ന് കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. കുറച്ച് നാളുകൊണ്ട് നമ്മള് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഭയങ്കര സെഡൻറ്ററി ലൈഫാണ്. പിന്നെ ഫുഡിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലും റൈസാണ് കഴിക്കുന്നത്. ഇപ്പൊ 3 നേരവും ചോറ് കഴിക്കുന്ന രീതിയിലേക്ക് ഞാൻ വന്നു. അപ്പൊ അതിന്റെ റിലേറ്റഡ്, പിന്നെ ഏജും ആയിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ റിലേറ്റഡ് ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതാണ് ഈ ഒരു ആക്നെ. കുഴപ്പമില്ല, അത് മാറ്റിയെടുക്കാം. നമുക്കാണോ മാറ്റാൻ പാട്? എന്നിലെ സൈക്കോ ഉണർന്നു തുടങ്ങി. വീണ്ടും മെഡിക്കൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവന്നു. അമിച്ചു വെയിൽ കൊണ്ട് തളർന്നിരിക്കുക.
എല്ലാം വേണോ അമിച്ചു കഴിക്കാനോ കുടിക്കാനോ എല്ലാം? ഞാൻ നേരത്തെ പറഞ്ഞ മോഷൻ സിക്നസിന്റെ കാര്യം പറയാൻ പ്രത്യേകം മറന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ കാറിൽ ട്രാവൽ ചെയ്യുമ്പം ഈ കാറിനകത്ത് യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ഇല്ലേ, ചില കാറിനകത്ത് നമുക്ക് മണം മാറാനായിട്ട് വെക്കുന്ന പെർഫ്യൂംസ്, ആ പെർഫ്യൂംസ് ഭയങ്കരമായിട്ട് മോഷൻ സിക്നസിനെ ട്രിഗർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ കാറിൽ നിന്ന് ആ പെർഫ്യൂം എടുത്ത് മാറ്റിയിട്ട് ട്രാവൽ ചെയ്താൽ പിന്നെ നല്ല ഒരു വ്യത്യാസം ഇതിൽ വരും കേട്ടോ. നമ്മുടെ കാറിലൊന്നും പെർഫ്യൂംസ് വെക്കാൻ ഞാൻ സമ്മതിക്കാറില്ല, അമിച്ചും വെക്കാറില്ല, അമിച്ചും ഒന്നും സമ്മതിക്കാറില്ല. ഞങ്ങൾ അടിക്കാറില്ല. ഞാൻ പെർഫ്യൂംസ് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഹസ്ബൻഡ് ഏട്ടൻ നന്നായിട്ട് പെർഫ്യൂമിന്റെ ആളാ. ഉറങ്ങുമ്പോ വരെ പെർഫ്യൂം യൂസ് ചെയ്യും. പെർഫ്യൂംസ് ശരിക്കും നല്ലതല്ല കേട്ടോ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ഇപ്പം ഹസ്ബൻഡിന്റെ കാര്യം, ഏട്ടന്റെ കാര്യമാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മീറ്റിംഗ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്, എപ്പോഴും ട്രാവലിങ്ങും ഒക്കെയാണ്. അപ്പം ഈ എന്താ പറയാ, ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. ആ ഒരു അവരുടെ പ്രൊഫഷൻ അത് വേണം, അവർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് ആ ഫ്രഷ്നെസ് എപ്പോഴും വേണം. അപ്പൊ അതുകൊണ്ട് ആ പെർഫ്യൂംസ് അവർ യൂസ് ചെയ്യുന്നതാണ്. കാരണം എപ്പോഴും മീറ്റിംഗ്സ് ആയിരിക്കും, ആളുകൾ ചിലപ്പോൾ പറയാതെ ഓഫീസിലേക്ക് മീറ്റിങ്ങിന് വരും, പിന്നെ മീറ്റിങ്ങിനായിട്ട് അങ്ങോട്ട് പോകണം. അപ്പം ഒരു ഫ്രഷ്നെസ് എപ്പോഴും ആൾക്ക് ആവശ്യമാണ്. അതൊക്കെ ഓക്കെ. ഉറങ്ങാൻ കിടക്കുന്ന ഡ്രസ് വരെ അടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചോദിച്ചു നോക്കാം. അത് സത്യം കേട്ടോ. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒന്ന് പെർഫ്യൂം ഒക്കെ അടിച്ച് മുടിയൊക്കെ ചീകി, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള സൈക്കോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ മുടിയൊക്കെ ചീകി നന്നായിട്ട് വെച്ച് പെർഫ്യൂം ഒക്കെ അടിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മളുടെ ഹസ്ബൻഡ് അങ്ങനെ ഒരു അച്ഛൻ അങ്ങനെയാണ് അല്ലേ, അച്ഛൻ അങ്ങനെയാ, എപ്പോഴും നല്ല വൃത്തിയായിട്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ. ശരിക്കും അതൊരു ഭാഗ്യമാണല്ലോ, എപ്പോഴും നല്ല വൃത്തിയായിട്ട് നടക്കുന്ന ഒരാൾ കൂടെ ഉള്ളത് നല്ലതല്ല. അല്ലാതെ കാറ്റൊക്കെ പിടിച്ച് ഒരു വൃത്തിയും വെടിപ്പൊന്നും ഇല്ലാതെ ഒരാൾ കൂടെ നടക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നടക്കുന്ന ഒരാൾ കൂടെ നടക്കുന്നതാണ്. ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ ആൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലേ, ഉണ്ടല്ലോ. ഇവിടെ എല്ലാവരും ഭയങ്കര വൃത്തിക്കാരാണ്. അമ്മ, അച്ഛൻ, ഹസ്ബൻഡ് ഒക്കെ ഇവർ ഫാമിലി ആയിട്ട് ഒരു ഭയങ്കര വൃത്തി ഭ്രാന്തുള്ള ആൾക്കാരാണ്. ഇതില് അച്ചാച്ചനാണ് ഏറ്റവും കൂടുതൽ. അച്ഛനും അതുപോലെയാണ്. അച്ഛനൊക്കെ ഇങ്ങനെ ചെരുപ്പിടാതെ പുറത്തോട്ട് ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. ഈ എനിക്ക് തോന്നുന്നില്ല അച്ഛൻ ജനിച്ച് ഓർമ്മ വെച്ചനൊക്കെ പിന്നെ ചെരുപ്പിടാതെ പുറത്തിറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നില്ലേ. കാരണം ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 10 വർഷമൊക്കെ ഉണ്ടാവുന്നു. 10 വർഷത്തിൽ ഇതുവരെ ഞാൻ അച്ഛൻ ചെരുപ്പില്ലാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് ഹൈജീൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അമ്മ അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ. നമ്മളെല്ലാവരും അങ്ങനെ സൂക്ഷിക്കണം, നമ്മൾ വൃത്തിയായിട്ട് എപ്പോഴും നടക്കണം. പക്ഷെ ഞാൻ ഈ ചെരുപ്പിടാതെ നടക്കുന്നത് എപ്പോഴും അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം നമ്മൾ കുറച്ച് ചെരുപ്പിടാതെ നടക്കണം, മണ്ണിൽ നടക്കണം, കല്ലിൽ നടക്കണം, അങ്ങനെ പല രീതിയിലുള്ള എന്താണ് പറയാ, ആ ഒരു സെൻസേഷൻ നമ്മളുടെ കാലിൽ കിട്ടണം. കാരണം കാലിലേക്ക് വീണ്ടും മെഡിക്കൽ റിലേറ്റഡ് പോകുന്നുണ്ടോ? അല്ലല്ല, അത് പറയുന്നത് നല്ലതാ. ശരിക്കും വെച്ചാൽ നമ്മുടെ കാല് നമ്മളുടെ നേച്ചറുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആക്കണം എന്ന് നല്ലതാണ്. നമ്മുടെ ഒരു വെൽനെസ്സിനും ജനറൽ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. ഒരു സ്റ്റിമുലേഷൻ കിട്ടാൻ ഒക്കെ നമ്മൾ ഈ ഒരു നാച്ചുറോപ്പതി ഒരു വേ ഓഫ് ട്രീറ്റ്മെന്റ് തന്നെയാണത്. കല്ലിൽ കൂടെ നടത്തുക, പാറയിൽ കൂടെ നടത്തുക, ഗ്രാവലിൽ കൂടെ നടത്തുക, മണ്ണിൽ കൂടെ നടത്തുക, അങ്ങനെ പല രീതിയിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിന് ഒരു സ്റ്റിമുലേഷൻ കിട്ടും, ഒരു മസാജ് കിട്ടുന്ന പോലെയാണ്. അതൊക്കെ നമ്മുടെ കണ്ണിനും നമ്മളുടെ ഒരു ഫുൾ ഒരു ഫ്രഷ്നെസ്സിനും ഒരു ഹെൽത്തിന് പൊതുവെ നല്ലതാണ് ചെരുപ്പിടാതെ നടക്കുന്നത്. പക്ഷെ കെയർഫുൾ ആയിട്ട് നടക്കുക, അഴുക്കി കൂടെ നടക്കാതിരിക്കുക, കാലിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ചെരുപ്പിടുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പക്ഷെ ജനറലി ചെരുപ്പിടാതെ നടക്കുന്നത് നല്ലതാണ്. നമ്മൾ ആയുർവേദക്കാരും അങ്ങനെ തന്നെ പറയാറുള്ളത്. ഇതിപ്പോ ലുലുമാള് എത്തുന്ന ഒരു ആയുർവേദ വീഡിയോ. ഇനി കുറച്ചിടത്തേക്ക് ആയുർവേദം ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് നമുക്ക് നിർത്തിവെക്കാം. അടുത്ത പാട്ടിന് വീണ്ടും ആയുർവേദം. ഇല്ല, ഇനി വീഡിയോ നമ്മൾ ലുലു എത്തിയിട്ട് എടുക്കുന്നുള്ളൂ. ലുലുവിൽ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മിണ്ടിപ്പോയാലാണ്. എടാ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ആയുർവേദം റിലേറ്റഡ് ടോപ്പിക്സ് കേൾക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ആയുർവേദം ഇഷ്ടപ്പെടുന്നവരാണ്. അതിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ എന്ന് വെച്ചാൽ ട്രിപ്പൊക്കെ പോകുമ്പോ പറയണോ, വീട്ടിൽ എത്ര നേരം ഇരിക്കുന്ന അപ്പൊ പറഞ്ഞൂടെ? അതും ശരിയാണ്. ഓക്കെ. ആമിച്ചുന്റെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ടോക്സ് ഒഴിവാക്കുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും ലുലുവിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി കുറേ ലെവൽസ് ഇങ്ങനെ പോകേണ്ടി വന്നു. ഇത് പിന്നെ നമ്മൾ 2Bയിൽ പാർക്കിംഗ് ഉണ്ട് എന്ന വിശ്വാസത്തിൽ വണ്ടിയുമായി വന്നതാണ്. അവിടെ കുറച്ച് ഗ്രീൻ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിന് അടുത്തുള്ളത് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിലേക്ക് പോകാമല്ലോ. അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിന് അടുത്തുള്ള ഗ്രീൻ സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കി പോവാണ്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം.
അങ്ങനെ നമ്മൾ അവിടെ എത്തി, പാർക്ക് ചെയ്തു, നമ്മൾ ലുലുവിലേക്ക് കയറി. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ആമിച്ചിനെ ഫണ്ടുഡയിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. അവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോപ്പിംഗ് അല്ല ട്രിപ്പ് വന്നത് തന്നെ ലുലുവിലേക്ക്. അവൾക്കൊരു 1 day എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് മാത്രം ഉദ്ദേശിക്കുന്നത്. ഞാൻ ചില കടകൾ കണ്ടപ്പോൾ അട്രാക്റ്റഡായി അങ്ങോട്ട് കയറിയെങ്കിലും വീണ്ടും ഈ ഒരു നമ്മൾ ഇതിനല്ലല്ലോ വന്നത് മെയിനായിട്ടെന്നുള്ളൊരു ഓർമ്മ എനിക്ക് പെട്ടെന്ന് വന്നു. ഞങ്ങൾ ഫണ്ടുഡയിലേക്ക് തന്നെ ഡയറക്റ്റ് അങ്ങോട്ട് പോയി. ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും ഷോപ്പിങ്ങിനായിട്ട് ആദ്യം കയറിയ പിന്നെ അത് നടക്കില്ല, ആമിച്ചുൻ്റെ ആ ഒരു കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം നമ്മൾ മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോയി എല്ലാ കാർഡ്സും ഒക്കെ എടുക്കാനുണ്ട്. സാധാരണ ഇവിടെ വരുമ്പോൾ നമ്മൾ കാർഡ്സ് എടുക്കാറുണ്ട്, അത് 2 എടുക്കാൻ മറന്നുപോയി. അതെല്ലാം വീട്ടിൽ വെച്ചിട്ട് വന്നു. പക്ഷെ എന്ത് ബാലൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു കാർഡ് പുതുതായിട്ട് എടുത്തിട്ട് നമുക്ക് ഗെയിമിലേക്കൊക്കെ കയറണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി ഗെയിമിംഗ് ഒക്കെയാണ് കാണിക്കാൻ പോണത്. കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അത് ഗെയിമിനൊക്കെ കയറുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് എനർജി ആവശ്യമുണ്ട്. കാരണം നല്ല എക്സോസ്റ്റഡ് ആവുന്ന അഡ്വഞ്ചറസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആമിച്ചിന് അത് ഭയങ്കര ക്ഷീണമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അവൾക്ക് ഒരു കഴിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് നമ്മളും ഓരോ കോഫിയും ഓരോ ചായയും കഴിച്ചു. എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത്. അമിച്ചിന് ആദ്യമേ ട്രാംപോളിനിൽ കയറാനാണ് താല്പര്യം പറഞ്ഞത്. അപ്പം നമ്മൾ അവിടേക്കാണ് ആദ്യം കയറിപ്പോയത്. ഞാൻ വിചാരിച്ചു ആദ്യം അതിൽ കയറട്ടെ. അതിലാകുമ്പോൾ കുറേ കുട്ടികൾ ഒരുമിച്ച് നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അതിങ്ങനെ ഒത്തിരി ഇങ്ങനെ ചാടി കളിക്കുന്ന ഒരു ഗെയിമാണ്. എനിക്കിങ്ങനെ എന്താ പറയുക, ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് നീ അതിൽ പോകണം എന്ന് പറഞ്ഞ് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു വീഡിയോ എടുക്കാനാണ്, ഫോട്ടോ എടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കയറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരും കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനകത്ത് കയറി. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല രസമാണ്. കുഞ്ഞുങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല, പക്ഷെ അതിനുള്ളിൽ കയറി കഴിയുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാവരും നല്ല കൂട്ടാവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കളിക്കാൻ തുടങ്ങും. ആമിച്ചു ഭയങ്കര എൻജോയ് ചെയ്ത് ഒത്തിരി നേരം അതിനുള്ളിൽ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടായിരിക്കും. ആമിച്ചുന് കൂടുതൽ ഇങ്ങനെ ഓടുക, ചാടുക, ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെയാണ് ഇഷ്ടം. ഒരിടത്ത് ഇരുന്ന് ചെയ്യുന്ന കളികളൊന്നും അവൾക്ക് വലിയ താല്പര്യമില്ല. അവളുടേതായിട്ടുള്ള കുറച്ച് ഇൻവോൾവ്മെന്റ് ഒക്കെ ഉള്ള അവൾക്കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം. അല്ല നമ്മളിപ്പോൾ വീഡിയോ ഗെയിമിംഗ് ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. അതങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുമില്ല. അവളങ്ങനെ വീഡിയോ ഗെയിമിംഗ് ഒന്നും അവളില്ല. ഞാൻ അവളെ അങ്ങനെ അതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഫിസിക്കൽ ഗെയിംസ് ഒക്കെയാണ് അവൾക്ക് കൂടുതലും ഇഷ്ടം. നമ്മൾ കൂടുതലും അതിലേക്കാണ് അവളെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പം മൊബൈൽ ഫോൺസും ഒന്നും ആദ്യം ഞങ്ങൾക്ക് കൊടുക്കാറില്ല. എല്ലാവർക്കും ഒരു ടാബ് ഉണ്ട് എങ്കിൽ പോലും അതിൽ ഗെയിംസ് ഒന്നും അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ആവശ്യമില്ല കുട്ടികൾക്ക്. അപ്പോൾ അവൾ ബാക്കിയുള്ള സമയങ്ങളെല്ലാം വീട്ടിലായാലും നമ്മുടെ വീട്ടിലായാലും ഇങ്ങനെയുള്ള കളികളൊക്കെയാണ് കളിക്കുന്നത്. അത് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇതിനുള്ളിൽ. നമുക്ക് നിന്ന് കാണാനായാലും കുട്ടികളെല്ലാം ഭയങ്കര എന്താ പറയുക, എൻജോയ് ചെയ്ത് കളിക്കുകയല്ലേ. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇവിടെ 2 സോൾജേഴ്സ് ഇരുന്ന് യുദ്ധത്തിൽ തകർക്കുന്നുണ്ട്. ഒരു വാർഫീൽഡിലാണെന്നാണ് തോന്നുന്നു കരുതിയിട്ടൊന്നും ഗെയിം ചെയ്യുന്നത്. നല്ല രസമുള്ളൊരു ഗെയിമാണ് അതും.
ഇത് ഭയങ്കര വേസ്റ്റ് ഓഫ് മണി ആയിട്ടുള്ള ഒരു സാധനമാണ്. 120 rupees എങ്ങാണ്ടാണ് ഒരു തവണ ഇതൊന്ന് പ്ലേ ചെയ്യണമെങ്കിൽ. ഇതുവരെ ഒരു തോൾ പോലും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ ഞാൻ അങ്ങനെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഗെയിമാണ് ഇത്. വെറുതെ നമ്മളുടെ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ പൈസ കളയുന്നല്ലാതെ അത് നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. പിന്നെ അമിച്ചുവിന് ഒരു തവണ ഈ തവണയും കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ചതാണ്, പക്ഷെ അപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ ഇതൊരു നല്ല രസമുള്ള ഒരു കളിയാണ്. ഇത് ജസ്റ്റ് ഒന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അതിട്ടൊന്ന് തട്ടിക്കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് ഏട്ടന് അവളൂടെ കളിച്ചു, അത് നമുക്ക് രസം തോന്നും. ആ ഒരു രണ്ടുപേരുടെയും സൈഡിലേക്ക് തന്നെ അത് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ഇടണം. അപ്പോൾ വീഴുന്ന ആൾക്കാണ് പോയിന്റ് കിട്ടുക. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ അത്ര ഈസി അല്ല ഇത് അങ്ങോട്ട് ഇടുക എന്നുള്ളത്. അപ്പം ടൈം അപ്പ് ആകുമ്പോൾ പിന്നെ നമുക്ക് ആ ബോളല്ല എന്താ സാധനം അത് തിരിച്ചു വരില്ല, അത് തനിയെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോവും. അങ്ങനെയാണ് ആ ഗെയിം. അത് നല്ല രസം ഉണ്ടായിരുന്നു കളിക്കാൻ. കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ കൺട്രോൾ പോയി, എനിക്ക് കളിച്ചോളാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാനും കയറി, പക്ഷേ അപ്പോഴത്തേക്ക് ടൈം അപ്പ് ആയിപ്പോയി, പെട്ടെന്ന് കളി തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് പറഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ പിന്നെ ആളെന്നെ കളിയൊക്കെ കൊല്ലും. അമ്മയ്ക്ക് കളിക്കാറില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയൊക്കെ കൊന്നേനെ. പക്ഷെ എന്താ പറയാ, ആ സമയത്ത് ടൈം അപ്പ് ആയതുകൊണ്ട് ഞാൻ ഈ ഗെയിം നല്ല രസമാണ്. നമ്മൾ കാണുന്ന ആ ഒരു അവളിനെ അടിച്ച് പൊട്ടിക്കുമ്പോഴാണ് നമുക്ക് സ്കോർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതടി കാമിച്ചോ അങ്ങോട്ടും തിരി ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കമന്റ് ഇടാൻ പറ്റും. പക്ഷെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും നമുക്ക് കാണാനൊന്നും പറ്റില്ല. പിന്നെ ഒരു ടെൻഷനൊക്കെ ആയിട്ട് നമുക്ക് ഈ സ്കോർ ചെയ്യുന്നത് കുറവായിരിക്കും. പക്ഷെ അമിച്ചു കഴിവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് നല്ല സ്കോറും കിട്ടി കേട്ടോ. പിന്നെ ഇപ്പൊ ഈ ഗെയിമിന് ചെല്ലുന്ന കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അവരൊരു സ്റ്റോറി ബുക്ക് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഗെയിം കഴിഞ്ഞ് കഴിയുമ്പോൾ. അമിച്ചു അങ്ങനെ കിട്ടി. അമിച്ചു നന്നായിട്ട് വലിഞ്ഞു കയറിയൊക്കെ അതിനെ നന്നായിട്ട് അടിച്ചു പൊട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കൊല്ലുക എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ ഒരു സ്കോറിങ് കിട്ടുന്നത്. അപ്പം അമിച്ചു കണ്ടില്ല, അമിച്ചു ഈ ക്ലൈംബിങ്ങിലൊക്കെ മിടിക്കുകയാണ്. അമിച്ചു ഇവിടെ ആയാലും ഇങ്ങനെ വലിഞ്ഞു കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്കും അങ്ങനെയായിരുന്നു, ഞാൻ തെങ്ങിലൊക്കെ വലിഞ്ഞു കയറുമായിരുന്നു. അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ. പിന്നെ ഇതുപോലുള്ള റൈഡ്സ് ആണ് അവിടെ ഉള്ളത്. ഇത് കൊച്ചു കുട്ടികൾക്കുള്ള ബിലോ 5 years എന്നാണ് എഴുതിയിരിക്കുന്നത്. അമ്മച്ചിട്ടിപ്പോൾ 7 years ആയി, പക്ഷെ അവൾക്ക് അങ്ങനെയുള്ളതിൽ കയറാൻ ഇഷ്ടമാണ്. അപ്പം അവളിങ്ങനെ നോക്കുമ്പം അതിനുള്ളിൽ ഈ വെറുതെ കയറി ഇരിക്കുമ്പോൾ ഇങ്ങനെ അനക്കി അങ്ങനെയുള്ള റൈഡ്സ് ഉണ്ട്. അത് പക്ഷേ കൊച്ചു കുട്ടികൾക്ക് മാത്രമേ അത്രേ ഇൻട്രസ്റ്റിംഗ് ആകത്തുള്ളൂ. ആ 5 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടൊക്കെ വെക്കുമല്ലോ. അപ്പം പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് അതിനുള്ളിൽ തന്നെ ഗെയിംസ് കാണും. അപ്പം അതായത് അവരിങ്ങനെ ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും എന്താണ് അവർ ആ ഇരിക്കുന്ന സാധനം എന്തിൻ്റെങ്കിലും റോഡിൽ കൂടെ പോകുന്നതായിട്ടോ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടോ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടോ അങ്ങനെയൊക്കെയുള്ള വിഷ്വൽസ് കാണിക്കുന്ന റൈഡ്സ് ഉണ്ട്. അമിച്ചു അങ്ങനെയുള്ള വിഷ്വൽസ് ഉള്ളത് നോക്കിയിട്ടാണ് കയറുന്നത്. അപ്പം അങ്ങനെയുള്ള റൈഡ്സ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് വലിയവർക്കൊക്കെ ഉള്ള റൈഡ്സിന് താഴെയായിട്ടുള്ളതാണ്. ഇതിലൊന്നും ഞാൻ കയറില്ല. ഇത് എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നം, എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള റൈഡ്സിലൊന്നും കയറില്ല. പക്ഷെ ഇത് കാണാൻ ഭയങ്കര കളർഫുൾ ആണ്. നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പ്ലസന്റ് ആണ്. അതിനകത്ത് ഇരിക്കുന്നവരെ കൂകി അലറി വിളിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ കൂകി വിളിക്കുന്നതാണ് ഒരു സന്തോഷമാണല്ലോ. സൈക്കോ മെന്റാലിറ്റി ഒക്കെ. അത് ഭയങ്കര രസമായിരുന്നു. അവൻ അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഓടിക്കുകയാണ്. കാണുന്ന വിഷ്വൽസ് ഉണ്ട്, അവനിങ്ങനെ ഓടിക്കുന്നതായിട്ട് അവനങ്ങ് തോന്നും. അവൻ അവിടെ ഇരുന്ന് അയ്യോ 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 എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. അത് നല്ലൊരു ഫണ്ണി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതൊക്കെ ഇങ്ങനെ ആമിച്ചു ആ ഒരു അതിൽ കാണിക്കുന്ന വിഷ്വൽസ് ഒക്കെ കണ്ട് മതിമറന്ന് ആസ്വദിച്ചിരിക്കുന്നു പോകുന്നതാണ്. കളിക്കാൻ മറന്നു പോയിട്ട് അത് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ ടി വിയിലൊക്കെ കാർട്ടൂൺ കാണുമ്പോൾ പിള്ളേരിന്ന് രസിക്കുന്നത് പോലെ. അപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു, അമിച്ചു ഇതാണ് കളിക്കുന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. ഇത് മറ്റേ റൈഡ് ഇങ്ങനെ കറങ്ങുന്നതാണ്. ഈ കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തളിക്കുന്നതോ പോലെ തോന്നും. പക്ഷെ നല്ല രസമാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ളത് കൊണ്ട് നമ്മളത് കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇത് ബോൾസ് കൊണ്ടൊക്കെ ഉള്ളതാണ്. എനിക്ക് ബോൾ എറിയുന്ന കളിയൊക്കെ പിന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ബോറടിക്കാണ്ട് അച്ഛമ്മയും അച്ചാച്ചനും വരെ ഗെയിമിലേക്ക് ഇറങ്ങേണ്ടി വന്നു. കാരണം നമ്മളിങ്ങനെ വെറുതെ നോക്കി പോസ്റ്റ് ആയിട്ടിരിക്കുകയല്ലേ. അപ്പൊ അച്ഛമ്മയൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഗെയിമിലേക്ക് ഇറങ്ങി. ഇതൊക്കെ വീക്കെൻഡ് ആയിട്ടിരിക്കുക, അതിനകത്ത് ആരും കയറാത്ത എന്താണോ എന്തോ. അമിച്ചു പിന്നെ വീണ്ടും ഇതുപോലുള്ള ഫൺ ഗെയിംസിലേക്ക് പോയി. ഇതുപോലെ വിഷ്വൽസ് ഉള്ള എന്താണ് ട്രഷർ ഹണ്ടിങ് വീഡിയോസ് ഒക്കെ അതിനകത്തുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ അതിനകത്ത് ഇരുന്ന് കൊടുക്കുമ്പോൾ നല്ല രസമാണ്. അത് എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പോലീസ് ജീപ്പിലുള്ള പോലെ ഒരു പോലീസാണെന്ന് കുട്ടികൾക്ക് അങ്ങ് ഫീൽ ചെയ്യും. അതാണ് അതിന്റെ സംഭവം. അപ്പോൾ അതിനുള്ളിൽ കയറി ഇരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് റിലേറ്റഡ് വിഷ്വൽസ് ആണ് വരുന്നത്. അപ്പോൾ അവർ അതിനകത്ത് ഇങ്ങനെ ചിലപ്പോൾ കള്ളന്മാരെ ചേസ് ചെയ്യുന്നത് പോലെ ഒക്കെ ആയിരിക്കും. ഇത് ഭയങ്കര രസമായിരുന്നു. ആ ലൈറ്റ് എത്തുന്ന സാധനം അടിച്ചു പൊട്ടിക്കണം, അതാണ് ഗെയിമും. കുറേ നേരം അവൾ അടിക്കും, പക്ഷെ നന്നായിട്ട് കൈ വേദനിക്കും കേട്ടോ. അങ്ങനെ ഞാനത് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ അടിക്കാൻ തുടങ്ങിയപ്പോൾ ലൈറ്റ് ഓഫ് ആവുന്നില്ല. അങ്ങനെ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് അടിക്കാൻ തുടങ്ങി. അടിച്ചിട്ടും ലൈറ്റ് മങ്ങാത്തത് കാരണം ഞാൻ പിന്നെ എന്താ പറയാ
നാഗവല്ലിയെ പോലെ ആയി, 2 കൈയും കൊണ്ട് അടിക്കാറൊക്കെ തുടങ്ങി. സൈക്കോ ഇന്നി എന്ന് പറയാം. പിന്നെ ഇത് വീണ്ടും ഒരു ഗെയിം ആണ്. അത് ബോൾസ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ബോൾസ് നമ്മൾ പെറുക്കി ആ ഒരു ഹോളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്രത്തോളം ബോൾസ് നമുക്ക് ഇടാൻ പറ്റുന്നു അത്രത്തോളം സ്കോർ നമുക്ക് കിട്ടും. അപ്പം അമിച്ചു എത്രയാണ് ഇടുന്നത് അതിന്റെ സ്കോറിംഗ് ആണ് എടുത്ത് കാണിക്കുന്നത്. അത് നല്ലൊരു ഗെയിമായിരുന്നു, ഫൺ ഗെയിമായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് വലിയവർക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. എനിക്ക് കയറി കുറച്ചുകൂടെ ഒക്കെ വാരിക്കോരി അതിനകത്ത് ഇടണമെന്ന് തോന്നി. നമ്മൾ കയറി കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് അതിനകത്ത് ബോൾസ് ഇടാൻ പറ്റും. കുട്ടികളാകുമ്പോൾ കുഞ്ഞ് കഴിക്കാതെ 1-2 ബോൾസ് ഒക്കെ അല്ലേ പറ്റും. അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നും കേട്ടോ. ഇത് കയറി നമുക്ക് നിൽക്കാറുണ്ട്, എന്തിനു വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ തോന്നും. പിന്നെ ഇങ്ങനെയുള്ള കളികളൊക്കെ അത് അമിച്ചുവിനൊക്കെ ഇഷ്ടപ്പെടും. ഇതിനകത്ത് റിയൽ വാട്ടറാണ് ആ ഷൂട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ അവർ ഗാർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുടെ ദേഹത്തൊന്നും വെള്ളം തെറിക്കില്ല. പക്ഷെ അത് നല്ല രസമുള്ളൊരു കളിയാണ്. കാരണം ആ വെള്ളം വാട്ടർ ഗൺ ആണല്ലോ. ഇപ്പോൾ റിയൽ വാട്ടർ ഗൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾക്കും ഫീൽ ചെയ്യും. കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു രസമാണത്. അത് നല്ലൊരു ഗെയിമായിരുന്നു. പിന്നെ അമിച്ചു മെയിനായിട്ട് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ക്ലൈംബിങ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. അപ്പം വലിയൊരു വാൾ ക്ലൈംബിങ്ങും ഉണ്ട്. അപ്പം നമുക്ക് അത് ഈ ഗെയിംസ് കഴിഞ്ഞിട്ട് വാൾ ക്ലൈംബിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ. ഭാഗ്യത്തിന്റെ 2-3 ചെയർസ് ഉണ്ട്. ലുലുവിലെ പ്രശ്നം വെച്ചാൽ നമുക്കൊന്ന് കാല് കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ അങ്ങനെയുള്ള ഇവിടെ കുറച്ച് ചെയർസ് ഉള്ളത് നന്നായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള പ്രായമായിട്ടുള്ള അച്ഛനും അച്ഛനമ്മയൊക്കെ വരുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ അവർക്ക് അവിടെ പോയി ഒന്ന് ഇരിക്കാമല്ലോ കുറച്ച് നേരം. കാരണം ഇവരിതിൽ കയറിയാൽ പിന്നെ ഇത് കഴിയാതെ ഇറങ്ങൂല. അപ്പോഴത്തേക്കും ഏകദേശം ഒരു 1:30 ഒക്കെ ആയി. ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അമിച്ചു വന്നതന്നെ ക്ലൈംബിങ്ങിനാണല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ച് കഴിച്ചിട്ട് ഇനി പോവാം, അല്ലെങ്കിൽ ക്ഷീണമായി പോവല്ലോ. അപ്പൊ നമ്മൾ അന്ന് തലപ്പക്കട്ടി ബിരിയാണിയാണ് വാങ്ങിയത്. എല്ലാവർക്കും ഇഷ്ടമാണ് ബിരിയാണി. അമിച്ചുനാണെങ്കിൽ പിന്നെ ബിരിയാണി ആണെങ്കിൽ വെച്ച് ഇങ്ങനെ നിൽക്കത്തില്ല, താമസമില്ലാതെ പെട്ടെന്ന് കഴിച്ചോളും. അപ്പൊ നമ്മൾ വാങ്ങി. ഈ ക്ലൈംബിംഗ് സെഷനിലേക്കാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ട്രാജഡി. സ്കേർട്ട് ഇട്ടുകൊണ്ട് കുട്ടികളെ ക്ലൈംബ് ചെയ്യാൻ സമ്മതിക്കില്ല. ശരിയാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് ആ ഒരു പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് അങ്ങനെയും പോയില്ല കേട്ടോ. അതുകൊണ്ട് അവർക്ക് സ്കേർട്ട് വേറെ പാൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമിച്ചിന് വിഷമമായിപ്പോയി. അമിച്ച് ഇതിൽ കയറാനായിട്ടാണല്ലോ മെയിൻലി വന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ താഴെ പോയി പാൻസ് വാങ്ങിയിട്ട് വരാം. പാൻസ് വാങ്ങുന്നവരേക്കും അമിച്ചു പറഞ്ഞു അമിച്ചു വേറൊരു ഗെയിമുണ്ട്, അതായത് ഈ സ്ലൈഡ്സും ഒക്കെ ഉള്ള വേറൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഒരു 1 hour ആണ് നമ്മൾ കയറി കഴിഞ്ഞാൽ. ഇതാണത്. ഇതിൽ ഒത്തിരി കുട്ടികൾ കയറാം, നല്ല രസമാണ്. മുകളിൽ കയറി അവർക്ക് ഇങ്ങനെ സ്ലൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പൊ അവൾ പറഞ്ഞു ഞാൻ അതിൽ കയറാം, നിങ്ങൾ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അതായത് പാൻറ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അവൾക്കറിയാം നമ്മൾ കടയിൽ കയറിയാൽ കുറേ സമയം പോകും. അവൾക്കൊരു പാൻറ് വാങ്ങാൻ കയറിയാലും ബാക്കി സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമെന്ന്. പക്ഷെ നമ്മൾ വേഗം വാങ്ങിയിട്ട് വന്നു കേട്ടോ. വാങ്ങിയിട്ട് വന്നു. അത് ജസ്റ്റ് ഒരു പാൻസ് ആണല്ലോ, ചെറിയൊരു പാൻറ് മതി. അപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നാണ് ഒരു പാൻറ് എടുത്തത്. ആ പാൻറ് മാത്രമായിട്ട് വന്നു. നമുക്ക് ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല. പക്ഷേ ഇവിടെ എത്തി കുറച്ച് നേരം പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വന്നു അവൾ തിരിച്ചു വരാൻ. പിന്നീട് ചെന്ന് അവൾക്ക് പാൻറ് എനിക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഹാപ്പിയായി. അപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കയറാൻ പറ്റുമല്ലോ. പിന്നെ അവർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുള്ളൂ. കൊച്ചു കുട്ടിയായതുകൊണ്ട് അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്രയും ഹൈറ്റിൽ കയറുമെന്ന്. അപ്പോൾ അവർ ഇങ്ങനെ ഒന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ആ സ്ക്രീനിൽ അവളെ കാണിച്ചു കൊടുക്കുകയാണ്. മുകളിൽ ചെന്നിട്ട് താഴോട്ട് എങ്ങനെ വരണം എന്നൊക്കെ അവർ ഇങ്ങനെ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കയറ്റുന്നത്. എങ്കിലും കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കും. മുകളിൽ ചെല്ലുമ്പോൾ ഇനി പേടി വരും, അപ്പം താഴോട്ട് എങ്ങനെ ഇറങ്ങണ്ടേന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ അത് സ്ക്രീനിൽ തന്നെ ഇങ്ങനെ ചവിട്ടി ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ അതിൽ തന്നെ ഇങ്ങനെ ചവിട്ടിയാൽ മതി. അപ്പോൾ ആ റോപ്പ് താഴേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു സോക്സും ഡ്രസ്സും ഒക്കെ അവർക്ക് തന്നെ ചെയ്ത് കൊടുക്കും. അവിടെ നിന്ന് തന്നെ ഇട്ട് കൊടുക്കും എല്ലാം. അങ്ങനെ അവള് ക്ലൈംബിങ്ങിനെല്ലാം ഫുൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമിച്ചുവിന് ഇങ്ങനെ ആദ്യം കയറിയപ്പം താഴേക്ക് വീണപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് അവള് പരിപാടി ഇപ്പം ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അവള് മിടിക്കാണ് കേട്ടോ. അവള് വീണ്ടും കയറിക്കൊണ്ടേയിരുന്നു. വീണ്ടും താഴെ വീണു. വീണ്ടും കയറിക്കൊണ്ടിരുന്നു.
നെവർ ഗിവ് അപ്പ് പോളിസി അവൾക്ക് പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് ചെയ്തു കേട്ടോ, അവളെ കൊണ്ട് പറ്റാവുന്ന പോലൊക്കെ ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു കുറച്ചുകൂടെയൊക്കെ ആയി കഴിഞ്ഞ് മുകളിലേക്ക് നല്ല ഹൈറ്റിലാണ്. നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി പേടി വരും ശരിക്കും നേരിട്ട് കാണുമ്പം. ഈ ഒരു കുത്തനെയുള്ളൊരു ഭയങ്കര ഒരു വലിയ ബോർഡാണ്. ആ ബോർഡിനകത്താണല്ലേ വലിഞ്ഞു കയറുന്നത്. അപ്പം ഇങ്ങനെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ടെൻഷൻ ഇങ്ങനെ ഉണ്ടാവും, താഴെങ്ങനെ വീഴുമെന്ന്. കയറ്റി വിടുകയും ചെയ്തു പോയി. ഇപ്പം താഴെ ഇരുന്നിങ്ങനെ നമുക്ക് ടെൻഷനും BP ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അവള് നല്ല സ്മാർട്ടായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ മതി താഴെ ഇറങ്ങി ഇനി കയറണ്ടെന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്തായാലും അവള് പരിപാടി നിർത്തി. താഴെ ഇറങ്ങിയപ്പം പക്ഷെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇനിയും കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തെ കാലിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി, കാലിനൊരു സ്ട്രെങ്ത് കുറവ് പോലെ തോന്നിയെന്നൊക്കെ. അപ്പോൾ എനിക്കൊന്നും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ചവിട്ടി കയറുകയല്ലേ, അപ്പം മുകളിൽ എത്തുമ്പോഴത്തേക്ക് അവർക്ക് കാലിനൊരു ട്രെമേഴ്സ് പോലെ തോന്നിക്കാണും. പക്ഷേ അവൾ മാക്സിമം മുകളിലേക്ക് അവളുടെ ഏജിൽ അവൾക്ക് പറ്റാവുന്ന അത്രയും അവൾ ഹൈറ്റിൽ കയറിയിട്ടുണ്ട്. നല്ല ഉയരത്തിലാണത് ഉള്ളത് തന്നെ. അത്ര ഉയരത്തിൽ താഴേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവൾ വീണ്ടും നിർത്തുമായിരിക്കും, മതിയാക്കി വരുമായിരിക്കും. പക്ഷെ അവൾക്ക് വിടാൻ ഉദ്ദേശമില്ല ഗൈസ്. അവൾ വീണ്ടും ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ വയ്യെന്ന് തോന്നുന്നു കുട്ടിക്ക്, ഒട്ടും വയ്യാതായിപ്പോയി, താഴെ ഇറങ്ങി. ഓക്കെ, ഞാനും പറഞ്ഞു വാമിച്ചു ഇനി അടുത്ത തവണ കയറാന്ന് പറഞ്ഞു. എങ്കിലും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വിട്ടു കൊടുക്കാൻ വയ്യ, അവൾക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും മുകളിൽ കയറണം, ആ ഒരു മൈൻഡ് സെറ്റാണ്. അത് നല്ലതാണ്, വിത്തരത്തിൽ നല്ലതാണ്. പെട്ടെന്ന് നമ്മൾ പരാജയങ്ങൾ സംഭവിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നല്ലതാണ്. വീഴുക, അവിടെ നിന്ന് നീക്കുക, വീണ്ടും കയറുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളത് വളരെ നല്ലതാണ്. അപ്പൊ ഇക്കാലത്ത് ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു പെൺകുട്ടിയായി അവൾ വളരട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ അവൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറുന്ന വീഡിയോ മുഴുവൻ ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ വളരുമ്പം ഇപ്പൊ ഈ വീഡിയോസ് ഇടുന്നത് ഇപ്പം നമുക്ക് കാണാൻ ഉള്ളതും ആണ്. പിന്നെ വളരുമ്പോൾ അവൾക്കും കാണാലോ, വളരുമ്പോൾ അവൾക്ക് കാണുമ്പോൾ അവൾക്കിങ്ങനെ എന്റെ മനസ്സിൽ അവൾ കയറിക്കൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള ഒന്നുകൂടെ ഒന്ന് കേൾക്കാമല്ലോ. അയ്യോ എന്റെ കൊച്ചു തണ്ട് താഴേക്ക് വന്നോണ്ടിരിക്കുക, ഇപ്പൊ വയ്യാട്ടെ ഇരുന്ന് പോയി ആ അവസ്ഥയായി പാവം. പിന്നെ നമ്മളവിടെ ഒരു 3D ഫിലിം കാണാൻ കയറിയതാണ്. അമിച്ചു പണ്ട് സ്കൂൾ ടൂറിന് വന്നപ്പോൾ ഇത് കണ്ടു എന്നാ പറഞ്ഞത്. അപ്പം ഇത് ശരിക്കും ഒരു ഗോസ്റ്റിന്റെ തീമുള്ള ആണ് ഇതിനകത്ത് നിന്ന് കാണിക്കാൻ പോകുന്ന ഷോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഹൈറ്റ് ഇത് ഞാൻ കയറുമ്പോൾ ഇതിനകത്ത് പേടിയെന്ന് വെച്ചാൽ ഈ മുകളിൽ നിന്ന് താഴേക്ക് കൊക്കയിലേക്ക് വീഴുന്ന അങ്ങനെയൊക്കെയുള്ള വിഷ്വൽസ് ആണല്ലോ ഇത് കാണിക്കുന്നത്. അത് എന്നെ കൊണ്ട് പറ്റത്തേയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇത് ഗോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുകളിൽ നിന്നൊക്കെ താഴോട്ട് വീഴും, ഗോസ്റ്റ് പിടിക്കാൻ വരുന്നു, അങ്ങനെ ഓട്ടം അങ്ങനെയൊക്കെയുള്ള എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്താന്ന് അറിയത്തില്ല കേട്ടോ. ഇതില് ഈ ഗോസ്റ്റ് നമ്മളെ പിടിക്കാൻ വരുന്നു, ഹോണ്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള വിഷ്വൽസ് ആയിരുന്നു കൂടുതലും. ഇത് ഈ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുക, കൊക്കയിലേക്ക് വീഴുക, അങ്ങനെയുള്ള വിഷ്വൽസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി അത്. ഈ ഹൈറ്റാണ് എനിക്ക് ഏറ്റവും പ്രശ്നം. അപ്പോൾ പിന്നെ അതുകൂടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി, അത്യാവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ എടുത്താൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്ത കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഇടാമെന്ന് അങ്ങ് തീരുമാനിച്ചു. പിന്നെ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിയതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. ലിഫ്റ്റിൽ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വന്നു. അങ്ങനെയാണ് ഈ പാർക്കിങ്ങിലേക്ക് എത്തിയത്. പിന്നെ പാർക്കിങ്ങിലെത്തി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ എത്ര സമയം എന്നറിയോ, എനിക്ക് തോന്നുന്നു 7:30 ഒക്കെ ആയി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. രാവിലെ ഒരു 11 ഒക്കെ ആയപ്പോൾ വന്ന് കയറിയതാണ് ഇതിൽ ഫുൾ. ഇന്ന് എന്താ ഒരു ആർമി ചൂസ് ഡേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് ജസ്റ്റ് വെറുതെ അവിടെ കൂടെ നടന്നു എന്ന് മാത്രം. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ്, അത് അച്ഛൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അച്ഛൻ എവിടെ പോയാലും ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കും. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു എനിക്ക്. അച്ഛൻ ADM ആയിരുന്നു, ADM ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇതിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. അമ്മയും അത് തന്നെ. അമ്മയും ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല, HM ആയിരുന്നു, റിട്ടയർഡ് HM ആണ്. അപ്പോൾ അവർക്ക് ഈ സർക്കാർ സംവിധാനങ്ങളോടൊക്കെ പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ എനിക്ക് കോഫി ഹൗസിലെ ഫുഡ് നന്നായിട്ട് ഇഷ്ടമായി. 11 മണിക്ക് ലുലുവിൽ കയറിയിട്ട് രാത്രി 9 മണിയായി. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല ബ്ലോക്കാണ്, കാണുന്നുണ്ടല്ലോ.
അമിച്ചൊക്കെ തളർന്ന് ടയർഡായി ഈ അവസ്ഥയായി. ഞാൻ റോക്ക് ക്ലൈംബിംഗ് കയറി. അമിച്ചു കയറിയതെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് ഇങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ ഒരു ദിവസം മൊത്തത്തിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് അത് കേട്ടോ. ഒത്തിരി കൊച്ചുങ്ങൾക്ക് ഒരുപാട് എന്റർടൈൻമെന്റ് ഉള്ള ഒരു സ്ഥലമാണ്. നന്നായിട്ട് കളിക്കാനും അവരുടെ ദേഹം അനങ്ങിയിട്ടുള്ള കുറെ അഡ്വഞ്ചറസ് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അമിച്ചൊക്കെ ചെന്നനൊക്കെ പിന്നെ ഇവിടുന്ന് കാറിൽ കയറുന്നവരെ ഫുൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമായിരുന്നു. അങ്ങനെ ഔട്ട്ഡോർ ഗെയിംസിനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. 1 ഡേ ട്രിപ്പിന് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ദേഹം വേദന, കാലുവേദന, നടുവേദന മുതലായ അസ്ഥിതകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അമ്മയൊക്കെ എന്തോ അമ്മ ഉണർന്നിരിപ്പുണ്ടല്ലേ. ഏട്ടന്റെ മുഖത്ത് മാത്രമേ ഉള്ളൂ ക്ഷീണം അത്ര അറിയാത്തെ. അത് പിന്നെ എന്നും എനിക്ക് ഒന്ന് ഡെയിലി ഇങ്ങനെ എല്ലാ ദിവസവും സെയിം റുട്ടീനാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ ഒരു ഓട്ടം ഇങ്ങനെ ആയതുകൊണ്ട് ആ മുഖത്ത് മാത്രമേ ഉള്ളൂ ഇതൊന്നും പുത്തരിയല്ലെന്നുള്ള എക്സ്പ്രഷൻ. നമ്മളൊക്കെ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട്. ഞാൻ അത്ര ആയിട്ടില്ല, തണുക്കുന്നു. പക്ഷെ എന്താ പറയാ, നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ ഷോപ്പിങ്ങിന് വാങ്ങിയ സാധനങ്ങൾ എല്ലാം കൂടെ കാണിച്ച വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അപ്പൊ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് നിങ്ങളെ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇല്ലേ അമിച്ചു? അത് പോരെ, നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിനി എന്താണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്, വലിയ എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ പറ്റുന്നവരൊക്കെ ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ട് അതിനടുത്ത ദിവസമായിരിക്കും ഞാൻ ഷോപ്പ് ചെയ്തതിന്റെ വീഡിയോസ് ഇടുന്ന പോകുന്നത്. എന്തൊക്കെ ഇട്ടുന്ന് എഡിറ്റിങ് ഇന്നൊന്നും നടക്കത്തില്ല. അപ്പൊ നാളെ ആയിട്ട് ആ മറ്റേ വീഡിയോ കൂടെ എടുത്തിട്ട് 2 കൂടെ ഒരുമിച്ച് ചെയ്യും. നോക്കാം. ഇപ്പൊ നമ്മള് പോകുമ്പോഴേ ഫുൾ ഹാപ്പി മൂഡിലാണ് തിരിച്ചു വരുന്നെങ്കിലും ഈ കാറിലുള്ള പാട്ട് മൃദുലേന്ന് പറഞ്ഞിട്ടുള്ള ശോക ഗാനമാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം മൊത്തത്തിൽ ശോകം അടിച്ചൊരു വഴിക്കായിരിക്കും. ഈ പാട്ടൊന്ന് മാറ്റിത്തരാമോ പ്ലീസ്? പാട്ടിനെ കുറ്റം പറഞ്ഞല്ല, പക്ഷെ എനിക്ക് ഇച്ചിരി കുറച്ച് സന്തോഷമുള്ള പാട്ട് കേൾക്കാണ് ഇപ്പൊ തോന്നുന്നത്. ഇതൊരു ശോകമോഹമായിട്ട് അല്ലെ തന്നെ ടയേർഡായി മാനസികമായും കൂടെ ഒരു ടയേർഡ് ആവുന്ന പാട്ട് പോലെ എനിക്ക് തോന്നും. അത് എനിക്ക് വളരെ കുറച്ച് പാട്ടുകളൊക്കെ ഉള്ളു ഇഷ്ടം. അത് ഭയങ്കര പിക്കിയാണ് ഞാൻ പാട്ടിന്റെ പറ്റി. അങ്ങനെ എപ്പോഴും പാട്ട് കേൾക്കുന്ന സ്വഭാവമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പാട്ട് കേൾക്കുന്ന പാട്ടുകൾ കുറച്ച് ചോസ് ചെയ്യണം. എല്ലാ പാട്ടൊന്നും അത്ര ഇഷ്ടമല്ല എനിക്ക്. ചില പ്രത്യേക തരം താല്പര്യങ്ങളാണ് പാട്ടുകളോട്. അപ്പൊ ശരി, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ചെന്ന ഉടനെ കിടന്ന് ഉറങ്ങണം എന്നുള്ള ചിന്ത മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ. അവിടെ ചെന്നിട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല അല്ലേ അമിച്ചു? നമ്മൾ ചെന്ന ഉടനെ കുളിക്കുക, കിടന്നുറങ്ങുക, അതായിരിക്കും പരിപാടി. അപ്പം എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അമിച്ചു വൈൻഡപ്പ് പറഞ്ഞേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. പിന്നെ നമ്മുടെ വ്ളോഗിങ്ങിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ അങ്ങനെ വ്ളോഗിങ് റെയർ ആയിട്ടല്ലേ എടുത്തുള്ളൂ. അപ്പം ഈ വ്ളോഗിങ് എങ്ങനെയുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സജഷൻസ് കൂടെ ഒക്കെ പറയണേ. ഈ വ്ളോഗിങ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ്. ഞാൻ കുറച്ച് വ്ളോഗ്സ് ഒക്കെ കണ്ടു നോക്കിയിട്ടൊക്കെയാണ് ഈ വ്ളോഗിങ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ആ ഒരു പാറ്റേൺ ഓഫ് വീഡിയോ അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് പരിചയമില്ല വ്ളോഗിങ് എന്ന് പറഞ്ഞ സംഭവത്തിലോട്. വ്ളോഗിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ വീണ്ടും വ്ളോഗ് എടുക്കാനൊരു താല്പര്യം എനിക്ക് തോന്നുന്നുണ്ട്. അത് നല്ല രസമുണ്ട്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ചാനൽ തുടങ്ങിയിട്ട് കുറെ നാളായി. 25K എങ്കിലും എത്തണം എന്നാണ് ആഗ്രഹം. അപ്പം വേഗം 25K ആക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഒരു സപ്പോർട്ടും എല്ലാം വേണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബൈ പറയോ? ആക്ക് വീഡിയോയിൽ വരുന്ന അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ശരി.